ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തത് മനോവിഷമം കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും നടന്നിട്ടില്ല, അതിനുള്ള തെളിവുകളുമില്ല. ദൃശ്യം പ്രചരിപ്പിച്ചത് ലീഗ് നേതാവ് ഷിംജിത വൈറലാകുന്ന താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ ഇതൊക്കെയാണ് പറയുന്നത്. കേസിലെ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇവരുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി AK ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ലതീഷ്, ഈ മുസ്ലിം ലീഗ് നേതാവും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമായിരുന്ന ഷിംജിതയുടെ ഈ നീക്കം അത് അസ്വാഭാവികമാണെന്ന് നേരത്തെ തന്നെ ആ ദൃശ്യങ്ങൾ കാണുന്ന വേളയിൽ നമുക്കൊക്കെ തോന്നിയതാണ്. അപ്പോൾ അതിനകത്ത് ദീപക്കിനെ കുറ്റം പറയാനുള്ള ഒന്നും നമ്മൾ കണ്ടിരുന്നില്ല. പിന്നീടാണ് ഇതിൻ്റെ പരിശോധനകൾ ഒക്കെ പുരോഗമിക്കുന്നത്. ഒടുവിൽ ഇപ്പോഴിതാ റിമാൻഡ് റിപ്പോർട്ട് പുറത്തെത്തുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മുടെയൊക്കെ ധാരണ ശരിവെക്കുന്ന തരത്തിലേക്കാണ് പോലീസ് കണ്ടെത്തൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിംഷാദ്, ആ നിലയിൽ തന്നെയാണ് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതായത് ബസ്സിൽ വെച്ച് എന്തെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും സംഭവം നടന്നതായി യാതൊരു തെളിവുമില്ല എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. അതിന് കാരണമായി പോലീസ് പറയുന്നത്, പോലീസ് CCTV ദൃശ്യങ്ങൾ, ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഒപ്പം ബസ് ജീവനക്കാരുടെ മൊഴിയും എടുത്തിരുന്നു. എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നു എന്ന് ബസ് ജീവനക്കാരുടെ മൊഴിയിലില്ല. ഒപ്പം യാത്രക്കാരിലെ ചില ആളുകളിൽ നിന്നും പോലീസ് വിവരശേഖരണം നടത്തിയിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ബസ്സിൽ ഒരാളുടെ ഭാഗത്തു നിന്ന് അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മോശം അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ സമയത്ത് തന്നെ അവർക്ക് പ്രതികരിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് സഹയാത്രക്കാരുമായി പങ്കുവെക്കാനും ആ ബസ്സും ഈ പ്രതി ഉൾപ്പെടുന്ന ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ വിടാനുള്ള നിർദ്ദേശം കൊടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് കേരളം. അതിനെല്ലാം പ്രാപ്തയായ ഒരാൾ കൂടിയാണ് ഈ ഷിംജിത, മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഷിംജിത. കാരണം അതും ഈ കാര്യം ഇതിൽ പറയുന്നുണ്ട്. കാരണം നിയമവഴിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആൾ കൂടിയാണ് ഷിംജിത. ഒരു തരത്തിലും പോലീസിൽ പരാതിപ്പെടാനോ മറ്റോ അവർ പിന്നീട് ഇതിനു ശേഷവും തയ്യാറായില്ല. അത് വ്യക്തമാക്കുന്നത് ഇത് ദൃശ്യങ്ങൾ മനഃപൂർവ്വം ഷൂട്ട് ചെയ്യുക, അത് പ്രചരിപ്പിച്ച് വൈറലാക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് പോലീസ് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. 7 വീഡിയോകൾ ബസ്സിനുള്ളിൽ വെച്ച് ചിത്രീകരിച്ചു. ഇത് എഡിറ്റ് ചെയ്താണ് ഇവർ പ്രചരിപ്പിച്ചതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഉൾപ്പെടെ ചില സഹായങ്ങൾ, പുറത്തുനിന്ന് സഹായം ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. പ്രാഥമികമായ മൊഴി മാത്രമാണ് നിലവിൽ പോലീസ് ഇവരുടെ രേഖപ്പെടുത്തിയത്. ആ മൊഴിയിൽ പറയുന്നത് മോശം അനുഭവം ദീപക്കിൽ നിന്നും, അതായത് ബസ്സിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്നാൽ അതിന് സാഹചര്യ തെളിവുകളൊന്നും ഇവർക്ക് ഹാജരാക്കാനോ ഇത് പറയാനോ ഷിംജിതയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഷിംജിതയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ഇതിനായി വരും ദിവസങ്ങളിൽ പോലീസ് കുന്നമംഗൽ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. നിലവിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഷിംജിത മഞ്ചേരി വനിതാ സബ് ജയിലിലാണ് ഉള്ളത്. ഇവരുടെ മൊബൈൽ ഫോൺ പ്രധാനപ്പെട്ട തെളിവാണ്. അത് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഈ മൊബൈൽ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇതിന് പ്രത്യേക അപേക്ഷ കോടതിയിൽ നൽകും എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അജിംഷാദ്. ലതീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വയം ആളാകാൻ ഈ ലീഗ് നേതാവ് ഒരാളെ കൊലക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ, ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ അതിൻ്റെ വിശദമായ പരിശോധനയും അതിൻ്റെ വസ്തുതയും ഒക്കെ ഇനി വഴിയേ വരണം. പക്ഷേ ഇതുവരെയുള്ള വസ്തുതയും യാഥാർത്ഥ്യവും ഷിംജിത എന്ന ഈ ലീഗ് നേതാവിനെതിരാണ് എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ റിമാൻഡ് ചെയ്യുന്നതിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ദീപക്കിൻ്റെ പിറകുവശത്താണ് ഷിംജിത നിൽക്കുന്നത്. ഷിംജിത നിൽക്കുന്നത് നോക്കുകയോ അറിയുകയോ പോലും ദീപക്ക് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബാഗ് അദ്ദേഹം ഉയർത്തുന്ന ഘട്ടത്തിൽ കൈയോ മറ്റോ ഇവരുടെ ദേഹത്ത് സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ബോധപൂർവമായ ഒരു ഇൻസൾട്ടിങ് അല്ലെങ്കിൽ ഒരു ശാരീരിക കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല. അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടും ശരിവെക്കുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടും ശരിവെക്കുന്നത്. സ്വാഭാവികമായും വേറെ 7 വീഡിയോ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ വീഡിയോയിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ അവർ ഷിംജിതയെ കടന്നു പിടിക്കുകയോ മറ്റോ ചെയ്യുന്ന, സ്പർശിക്കാൻ ശ്രമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തെളിയേണ്ടതാണ്. ആ ഇത്രയും വീഡിയോ ചിത്രീകരിച്ചിട്ട് പോലും ആ നിലയിലുള്ള ഒരു വീഡിയോ ഇവർക്ക് എഡിറ്റ് ചെയ്ത് പോലും പുറത്തുവിടാൻ ഷിംജിതയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് അത്തരം ഒരു മോശം അനുഭവം ദീപകിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ സാധൂകരിക്കാവുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും
അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്, കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി വരും ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യലിലും മറ്റുമായിരിക്കും പോലീസിന് ലഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അവർ കഴിഞ്ഞ 2 പ്രാവശ്യം ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കസ്റ്റഡി എടുത്ത ശേഷവും രേഖപ്പെടുത്തി, ആദ്യഘട്ടത്തിലും മൊഴിയെടുത്തു. ആ ഘട്ടത്തിലെല്ലാം മോശം അനുഭവം ഉണ്ടായി എന്നുള്ള ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അവരുടെ മൊഴിയും അവർക്കുണ്ടായ അനുഭവം അതിനാവശ്യമായ തെളിവുകൾ അവർക്ക് ഹാജരാക്കാം. ഒപ്പം പോലീസിൽ ശേഖരിക്കുന്ന തെളിവുകളിലും ആ തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ആ നിലയിലുള്ള കുറ്റപത്രമായിരിക്കും തയ്യാറാക്കുക. ഇനി അതല്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാളെ ബോധപൂർവം കരിവാരി തേക്കുക, സമൂഹ മധ്യത്തിൽ താറടിച്ചു കാണിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ യുവതി, ഈ മുസ്ലിം ലീഗ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ നിയമ വഴി അറിയാവുന്ന നിയമത്തെക്കുറിച്ച് ബോധവാനായ ഒരാൾ ഇത്തരത്തിൽ ചെയ്യുക എന്നത് അതിൽ സ്വാഭാവികതയുണ്ട്. സ്വാഭാവികമായും അക്കാര്യത്തിൽ നിയമപരമായി ഇവർക്കെതിരെ നടപടിയെടുക്കുക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് ദീപകിന്റെ കുടുംബം നൽകിയ പരാതിയിൽ ലതീഷ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം, ശരിയാണ്, നിയമത്തെക്കുറിച്ച് അറിയാവുന്നവരാണ്, ഒരു പൊതുപ്രവർത്തകയാണ്, മുസ്ലിം ലീഗ് നേതാവാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം ഭാഗഭാക്കായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി അത്തരത്തിലൊരു ഇൻസൾട്ട് ഉണ്ടായാൽ, അത്തരത്തിലൊരു ശാരീരികമായ കടന്നുകയറ്റം ഒരു പുരുഷനിൽ നിന്നുണ്ടായാൽ അതിനെ നിയമപരമായ വഴിയിൽ ചോദ്യം ചെയ്യുന്നതിന് പകരം എന്തിനാണ് ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് ചോദിച്ചില്ലേ? ഇതിന് ഇവർ നൽകുന്ന വിശദീകരണം എന്തായിരുന്നു? അജിംഷാദ്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത്തരം ഒരു ചോദ്യം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായെങ്കിലും അതിന് കൃത്യമായ മറുപടി നൽകാൻ ഷിംജിതയ്ക്കായിട്ടില്ല. കാരണം തനിക്ക് ബസ്സിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതുകൊണ്ട് താൻ വീഡിയോ എടുത്തു എന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അത് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഇത് വൈറലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ആ നിലയിൽ തന്നെ വേണം അതിനെ കാണാൻ. ഒരാളെ ബോധപൂർവം കരിവാരി തേക്കുക, അയാൾ ആരാണെന്ന് പോലും ഇവർക്കറിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം വടകരയാണ് ഷിംജിതയുടെ സ്വദേശം, കോഴിക്കോട്ടുകാരനാണ് ദീപക്. ഇവരെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത് അരീക്കോടാണ്. അരീക്കോട് ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ടേമിലെ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ആളാണ്. ഒരു തരത്തിലും ഇവർക്ക് പരസ്പരം അറിയാത്ത ഒരാളെ കുറിച്ച്, അറിയാത്ത ഒരാളുടെ വീഡിയോ ബസ്സിൽ നിന്ന് ചിത്രീകരിക്കുക, അത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുക എന്നത് അത് ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരതയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.